അരി കുതിർക്കണ്ട, അരയ്ക്കണ്ട, ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുകയും വേണ്ട. അങ്ങനെ നല്ല രുചിയുള്ള ഉണ്ണിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 250 ml കപ്പിൽ 1 കപ്പ് വറുത്ത അരിപ്പൊടി, 1/4 കപ്പ് ഗോതമ്പ് പൊടി, 1/4 കപ്പ് ശർക്കരപ്പാനി, നല്ല ചൂടുള്ള ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ കുറച്ച് ഉപ്പ്, ഒരു പൊടിക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക, 2 നുള്ള്. പിന്നെ 1/2 കപ്പ് തേങ്ങ, ജീരകം, പിന്നെ ഏലക്കായ, ഇത്രയും കൂടിയിട്ട് ഒതുക്കിയെടുത്തത്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കറുത്ത എള്ളാണ്. കറുത്ത എള്ള് കഴുകി വൃത്തിയാക്കിയ ഉണക്കിയ എള്ളാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. അത് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ അങ്ങനെ തന്നെ ഇട്ടു. അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ഇനി പൊങ്ങാൻ വയ്ക്കുകയോ ഒന്നും വേണ്ട. അപ്പച്ചട്ടി ചൂടാക്കിയിട്ട്, ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ അല്ല, ഞാനിവിടെ എണ്ണയാണ്, ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓയിൽ ചൂടായി അതിലേക്ക് ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പൊങ്ങി വരും. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പൊങ്ങി വരും. അപ്പോൾ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഫോർക്ക് വെച്ചോ ടൂത്ത് പിക്ക് വെച്ചിട്ടോ മറിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. 2 മിനിറ്റ് കഴിയുമ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ടാവും. നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. മറ്റേ സൈഡും കൂടി ഒരു 2 മിനിറ്റ് ഇതുപോലെ തന്നെ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ടൂത്ത് പിക്ക് വെച്ച് തന്നെ 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ഉരുണ്ട നല്ല ഭംഗിയുള്ള ഉണ്ണിയപ്പം റെഡിയായിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ ഉണ്ണിയപ്പവും വറുത്ത് കോരുക. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ.